രേണു സുധിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും കുറെ വാർത്തകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. ഷഫീന ബിബിയുടെ വീഡിയോയിലൂടെ പുള്ളിക്കാരത്തി ഒരു വോയിസ് ആരുടെ പുറത്തോട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്താണെങ്കിലും ആദ്യം ആ വോയിസ് ഒന്ന് വെക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്താണ് പരുമലയിലാണ് ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന പരുമല ഹോസ്പിറ്റലില്ലേ, പരുമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, പരുമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്രക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് കേട്ടപ്പോ ഒരു ചെറിയത്. അന്നത്തെ അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇപ്പോഴും. അപ്പൊ സംഭവം ഈ സ്ത്രീയുടെ ഇപ്പൊ ഈ വോയിസ് അയച്ചേക്കുന്ന സ്ത്രീയുടെ ചേച്ചി പരുമല ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവിടെ രേണു സുധി ചികിത്സയ്ക്ക് ചെന്ന സമയത്ത് അങ്ങനെ അവരറിഞ്ഞപ്പോൾ അവർ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ വോയിസ് പുറത്തു വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ദുബായിലോട്ട് രേണു സുധി പോകുന്നുണ്ടായിരുന്നു ഓരോ പരിപാടിക്കൊക്കെ ആയിട്ട്. അന്നേരം അവിടെ എന്തോ ഒരു കോസ്മെറ്റിക് സർജറിക്ക് ചെന്ന സമയത്ത് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്ത സമയത്താണ് ഇതിന്റെ ഒരു സംശയം ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ബയോപ്സി ചെക്ക് ചെയ്ത സമയത്ത് അത് കൺഫേം ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.